ഹലോ എവരി വൺ. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഈ സ്കോളർഷിപ്പ് ഉപയോഗിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ്. ഓക്കെ, അതായത് +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഡിഗ്രി പ്രോഗ്രാംസിനാണ്. ഇതിൻ്റെ കോഴ്സ് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഉൾപ്പെടെ അതുപോലെ ആർട്സിലെ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവൈലബിൾ ആണ് ഈ യൂണിവേഴ്സിറ്റിയിൽ. ഒരു സിംഗപ്പൂരിൽ തന്നെ ഒരു മെയിൻ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ നെയിം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ കാണുന്നില്ല നിങ്ങൾക്ക്. ഇതാണ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഓരോ വർഷവും ഓഫർ ചെയ്യുന്ന ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്. ഇതിന്റെ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ A to Z കാര്യങ്ങൾ അവർ, അതായത് നമ്മുടെ ട്യൂഷൻ ഫീസ് ആയിക്കോട്ടെ, നമ്മുടെ മറ്റ് മെഡിക്കൽ ആയിക്കോട്ടെ, നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റൽസ്, ഫുഡ്, ഇതിനെല്ലാം കവർ ചെയ്യുന്ന സ്കോളർഷിപ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്സ് എന്ന് വിളിക്കുക. ഇത് ലോകത്ത് ഏകദേശം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്സ്. ഇതിന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ടാലന്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്, ഈവൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഒരു മൾട്ടി കൾച്ചർ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു യൂണിവേഴ്സിറ്റി ആഗ്രഹിക്കുന്നത് നല്ല ടാലന്റ് ഉള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് അവരുടെ പെർഫോമൻസ് ഉയർത്തും. അതുപോലെ തന്നെ ആ സമയം തന്നെ ഇതൊരു മറ്റുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ഓപ്പൺ ടു ഓൾ നാഷണാലിറ്റീസ്. ലോകത്തിലുള്ള ഏത് രാജ്യക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം. സോ ഡെഫിനറ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഒരു ഫുൾ ടൈം അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ചെയ്യാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ സ്കോളർഷിപ്പ് എന്ത് ചെയ്യും? നമ്മുടെ പഠിത്തം മുഴുവനും കവർ ചെയ്യും. നമ്മൾ എത്ര വർഷമാണോ പഠിക്കുന്നത് അത്രയും വർഷത്തെ എക്സ്പെൻസ് കവർ ചെയ്യും. പക്ഷേ 2 എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ബയോമെഡിക്കൽ സയൻസിനും അതുപോലെ ചൈനീസ് മെഡിസിൻ പ്രോഗ്രാമിനും സ്കോളർഷിപ്പ് കിട്ടുക നമുക്ക് ആദ്യത്തെ 3 വർഷം മാത്രമായിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? ആദ്യത്തെ 3 വർഷം മാത്രമായിരിക്കും. ഫസ്റ്റ് 3 years എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷങ്ങളിൽ മാത്രമായിരിക്കും ഈ 2 പ്രോഗ്രാമിന് എന്ത് ചെയ്യുക? അവർക്ക് നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടുക. എന്നാൽ ബാക്കിയുള്ള ഏത് പ്രോഗ്രാം എടുത്താലും, എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ആർട്സ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എടുത്തോട്ടെ, എല്ലാം നമുക്ക് എന്താണ്? ഫുള്ളി ഫണ്ടഡ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. പക്ഷേ എന്താണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിലവാരം നോക്കാം. സിംഗപ്പൂരിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് എന്ത് ഈ കാണിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നല്ല പെർഫോം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അവിടെ നിന്ന് ഒരു ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെഡിസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 3 വർഷം നമ്മൾ ഫീസ് അടക്കുന്നില്ല. ഓക്കെ, ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ അടക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ ഈ ചൈനീസ് മെഡിസിൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം, ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. സോ ഡെഫിനറ്റ്ലി ഏതൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഒരുപാട് ഡിഫിക്കൽട്ടി വരാൻ ചാൻസ് ഇല്ല, ഈവൻ ദോ ചൈനീസ് പ്രോഗ്രാം ആണെങ്കിൽ പോലും. കാരണം ഇത് ചൈന സ്റ്റുഡൻസിനെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. മീൻസ് സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ചൈനയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്, ഈവൻ ദോ അത് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും. ഓക്കെ, സോ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? സോ ഡെഫിനറ്റ്ലി കുട്ടികൾ പഠിക്കുന്നുണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒരു ചൈനീസ് മെഡിസിൻ പ്രോഗ്രാം ആണ് എന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി ഇതിന്റെ ഫണ്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇവർ പറഞ്ഞിട്ടുണ്ട് ഫുൾ കവറേജ്, ട്യൂഷൻ ഫീസ് ഫുള്ള് കവർ ആവും. അതായത് നമ്മുടെ എത്രയാണോ ഫീസ് അത് ഫുള്ള് കവർ ആവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ എത്രയാണ്? ഇപ്പൊ നമ്മൾ വാർഷിക ഫീസ് കൊടുക്കുന്നില്ലേ? മെറിറ്റിലാണ് ഇത്രയാ. അപ്പോ പ്രൈവറ്റിന്റെ മെറിറ്റിലാണെങ്കിൽ 3 അതുപോലെ ഡിപ്പെൻസ്. ഓക്കെ, പ്രൈവറ്റിലാണെങ്കിൽ ഇത്രയും. ആ ഫീസ് ഉണ്ടല്ലോ, അതാണ് മെയിൻ പാർട്ട്. ആ ഫീസ് എന്ത് ചെയ്യും? അവർ കവർ ചെയ്യും. ഓക്കെ, നമ്മൾ കൊടുക്കണ്ട. അടുത്തെന്ന് പറഞ്ഞാൽ ലിവിങ് അലോവൻസ് ആണ്. അതായത് നമ്മളൊരു വലിയ രാജ്യത്ത് പോകുമ്പോൾ, ഇപ്പോൾ സിംഗപ്പൂർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ജീവിക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ ഫുഡ് കഴിക്കാനോ അവിടെ താമസിക്കാനോ ഒക്കെ നല്ല എക്സ്പെൻസ് ആണ്. ഡെഫിനറ്റ്ലി നമ്മളെ കൊണ്ട് താങ്ങില്ല. സോ അതിനാണ് അവർ എന്ത് ചെയ്യുന്നുള്ളത്? അതിനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? അവർക്ക് നമുക്ക് പൈസ തന്നിട്ടുള്ളത്. പക്ഷെ ശരിക്കും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മണി സേവ് ചെയ്യാം. നമ്മൾ അത്ര ലക്ഷറി പോർഷായിട്ട് ജീവിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവരുടെ
പ്രൈസിൽ നല്ലൊരു എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ മാക്സിമം ഇത്രയൊന്നും യൂസ് ചെയ്യില്ല നമ്മൾ. ഓക്കെ, അവർ പോർഷ് ഒരു ഏറ്റവും ടോപ്പ് ലെവലാണ് അവർ കൊടുക്കുന്നത്. സോ നമുക്ക് ഇത്രയൊന്നും യൂസ് ചെയ്യേണ്ടി വരാറില്ല സാധാരണ. സോ നിങ്ങൾക്ക് ഇതിനൊക്കെ സേവ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനൊക്കെ സേവ് ചെയ്തിട്ട് വരാൻ പോകുന്ന ഇയറിൽ ഈവൻ മെഡിസിൻ ആണെങ്കിൽ പോലും അതിലോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് മാറ്റി വെക്കാം. അപ് ടു യു ആണത്. ഡെഫിനറ്റ്ലി നമ്മളൊന്നും ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് ഒന്നും ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക എക്സ്പെൻസ് ചെയ്യില്ല. ഈവൻ നമ്മൾ ഒരുപാട് എബ്രോഡ് പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ഇല്ലേ, അവർ പോലും എത്രയാണ് കരുതിയിട്ടാണ് പൈസ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയാലോ. സോ ഇവരിവിടെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ദെൻ അതുപോലെ അക്കോമഡേഷൻ അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാവൽ ഗ്രാൻഡ് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ അലവൻസ് ഉണ്ട്. സി, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാമല്ലോ. ഇതൊക്കെ അത്യാവശ്യം നല്ല മണിയാണ്. ഡെഫിനറ്റ്ലി നമ്മളൊന്നും ഇത്ര യൂസ് ചെയ്യില്ല. ഓക്കെ, ദെൻ സോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസിലോട്ട് മാറ്റി വെക്കാം. ഞാൻ മെഡിസിന്റെ കേസൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി ഇവരുടെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പെർഫോമൻസിനെയാണ്. ഇവരെപ്പോഴും നമ്മുടെ നമ്മുടെ റെക്കോർഡ്സ്, അക്കാഡമിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ് ടുവിലെ മാർക്ക്, വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ സ്ട്രോങ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ, ഇതെല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. പഠിക്കുന്നതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോന്ന്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ചില ആക്ടിവിറ്റീസിലൊക്കെ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാമ്പിലോ അങ്ങനെ നമുക്ക് നല്ല നല്ല പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ പറയുന്നത് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിലാണ് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു റെക്കോർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ CV ഫോം ചെയ്യാം. ഓക്കെ, സോ പഠിക്കുന്നതും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അവർ നോക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കണം എന്നല്ല. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും നല്ല കമ്മ്യൂണിറ്റി സർവീസ് ആയാലും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണെങ്കിലും ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസിലും നമ്മൾ ഈക്വൽ ആയിട്ട് ഇൻവോൾവ് ആണെങ്കിൽ ഈ ഫുൾ മാർക്ക് മേടിക്കുന്നവരെക്കാളും ചാൻസ് നിങ്ങൾക്കാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. അതായത് രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ അതും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ പിന്നെ കളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ മിനിമം ഒരു ലെവൽ കീപ്പ് ചെയ്യണം. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സി, അവരൊരു GPA കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ടീച്ചറുടെ റെഫറൻസ് ലെറ്റർ വേണം, നിങ്ങളുടെ പേഴ്സണൽ എസ്സേ വേണം. ഓക്കെ, വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 300 വേർഡ്സ്. അത് നമ്മൾ ഒരുപാട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പേഴ്സണൽ എസ്സേനെ കുറിച്ചിട്ട്. നമ്മുടെ എബ്രോഡൊക്കെ US-ലാണെങ്കിൽ UK-ലാണെങ്കിലും നമ്മുടെ ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങൾ പഠിക്കും നമ്മൾ അവർ പേഴ്സണൽ എസ്സേ, എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു, അതുപോലെ അത് നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് പേഴ്സണൽ എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഒരു എസ്സേ നമ്മൾ കൊടുക്കണം. ഇതൊക്കെ ഒപ്പം എല്ലാം ഒരുമിച്ച് നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യാം, എന്താ പറയാ, അവർ ഫൈനൽ ഡിസിഷനിൽ എത്തുക. ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോസസ്സ് അല്ല ഒരിക്കലും. ഇവന്തോ നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും ഇതിലൊക്കെ നല്ല പേഴ്സണൽസ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് നല്ല കാര്യമാണ്. ഓക്കെ, സോ അതാണ് പറഞ്ഞു വരുന്നത്. ദെൻ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിനിമം നമ്മളൊരു GPA കീപ്പ് ചെയ്യണം. 5 മിനിമം 5 GPA എങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, GPA എന്താണെന്നുള്ളത് ഇതാ 3.5 ആണ്. 5 ടോട്ടൽ 5 GPA നമ്മൾ 3.5 എങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് ആക്ച്വലി വലിയ എമൗണ്ട് ഒന്നല്ല. അത് നമ്മുടെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ പെർസെൻറ്റേജിനെ GPAയിലോട്ട് മാറ്റിയാൽ ഇത് വളരെ കുറവ് തന്നെയാണ്. കുറവെന്ന് വെച്ചാൽ ഒരു ആവറേജ് ആണ്, ഫുൾ അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അവർ 5-ൽ 4 ഒന്നും അല്ലെങ്കിൽ 4.5 ഒന്നും അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ അവരുടെ ആ സ്റ്റുഡൻസിന്റെ കാലിബർ നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ. അതായത് ഫുൾ മാർക്ക് മേടിച്ചവരും അല്ലെങ്കിൽ ഫുൾ പെർസെൻറ്റേജ് മേടിച്ചവരും 99.9 അങ്ങനെ മേടിച്ചവരും മാത്രമൊന്നും അല്ല അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് മോർ ദാൻ 90% ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസും മറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ബെറ്റർ ആവും എന്നർത്ഥം. അത് വളരെ നന്നായിരിക്കും. പക്ഷേ വേറൊരു സംഭവം നമ്മൾ ചലഞ്ച് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഏതൊരു യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ നമ്മൾ ആദ്യം ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം.
അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതൊരു ചലഞ്ച് തന്നെയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ സ്കോളർഷിപ്പ് വേണ്ട, നിങ്ങൾക്ക് ആദ്യം സ്കോളർഷിപ്പ് ഉറപ്പിച്ചിട്ട് പിന്നെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്തിട്ട് കാര്യമല്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിന് ഓർഗനൈസേഷൻസ് പല ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മെലിൻഡ ആൻഡ് ബിൽ ഗേറ്റ്സ് ഒരുപാട് സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ആദ്യം നമ്മൾ അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം. അതിൽ തന്നെ ചില ഫൗണ്ടേഷൻസ് നമ്മൾ ആദ്യം അഡ്മിഷൻ കിട്ടിയിട്ട് പിന്നെ സ്കോളർഷിപ്പ് എടുക്കാന്ന് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് ഇതുകളുണ്ട്, ഒരുപാട് ഫൗണ്ടേഷൻസും ചാരിറ്റി ഓർഗനൈസേഷൻ പല സ്കോളർഷിപ്സ് ഉണ്ട്. അത് നമുക്ക് ആദ്യം കിട്ടിയ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ കോളേജിൽ ഏതെങ്കിലും നമുക്ക് പഠിക്കാം. അങ്ങനത്തെ അത്തരത്തിലുള്ള സ്കോളർഷിപ്സ് ഉണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം വരുന്ന വീഡിയോസിൽ. ഓക്കെ, ഇത് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഇതിന് സ്യൂട്ട് ആണോ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഉറപ്പാണ് അങ്ങനെ ഒരു തോട്ട് വരികയാണെങ്കിൽ, ഇത് സ്യൂട്ട് ആവും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.